ഉപനേതൃ പദവി അടഞ്ഞ അധ്യായമെന്ന പിണറായി വിജയന്റെ പ്രതികരണത്തിന് പിന്നാലെ LDF-ൽ വിവാദ പുകച്ചിൽ. CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ പിണറായി വിജയനെ തുറന്നെതിർത്തു. പിണറായി പറയുന്നത് പോലെയല്ലെന്നും വിഷയം LDF-ൽ ചർച്ച ചെയ്യണമെന്നും PP സുനീർ പ്രതികരിച്ചു. കീഴ്വഴക്കങ്ങൾ മാറ്റണം, PM ശ്രീയിലടക്കം CPI പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകില്ലായിരുന്നുവെന്നും സുനീർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഉള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അതുകൊണ്ട് കീഴ്വഴക്കം എല്ലാ കാലത്തും പിന്തുടരേണ്ട ഒന്നല്ല, അത് മാറേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത് CPI ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്ന് അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPI പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തു ഉണ്ടായിരുന്നോ? ഈ വിഷയത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റിൽ പങ്കാളികളാകുമ്പോഴും പല വിഷയങ്ങളിലും CPM ചർച്ചയിലും ഇടതുപക്ഷ മുന്നണിക്കകത്തും CPI ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടായിരുന്നോ, അത് പരിശോധിക്കേണ്ടതായിരുന്നോ എന്ന് ഇപ്പോഴെങ്കിലും CPM പാർട്ടി ചർച്ച ചെയ്ത് ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ചർച്ചയിലൂടെ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കീഴ്വഴക്കത്തെക്കുറിച്ചാണ് പിണറായി സംസാരിച്ചതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ സൗഹൃദപരമായ ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയ നിലപാടും സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾ പൊതുവെ അംഗീകരിച്ച ഒരു സമീപനം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവായി CPIM ആണ് ഉണ്ടായിരുന്നത്, പ്രതിപക്ഷ ഉപനേതാവായിട്ടും CPIM തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് സംബന്ധിച്ചാണ് പിണറായി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമെന്നായിരുന്നു ഇന്നലെ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം. അതിലേക്ക് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K വിജയനുണ്ട്. ലെവിൻ, ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും CPI മുന്നോട്ടില്ല, കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ അതങ്ങനെയല്ല, കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, അടഞ്ഞിട്ടില്ല. ഉപനേതൃ പദവി വേണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇത് എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു പാർട്ടി? അരുണ്യ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുകൊണ്ട് അടുത്ത കാലത്തുണ്ടായ പ്രതിസന്ധികളിൽ വലുതാണ് ഇപ്പോൾ CPIM തമ്മിൽ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം. PM ശ്രീ വിഷയത്തിന് ശേഷം CPM-ഉം CPI-യും നേരിട്ട് രണ്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇത് മാറുകയാണ്. LDF-നുള്ളിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് ഇത് മാറുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ PM ശ്രീയിലടക്കം CPI വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയും CPI-യുടെ കടുംപിടുത്തത്തെ തുടർന്ന് CPM-ന് നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടിയും വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷയായി നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് PP സുനീറിൻ്റെ, CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഇതേ നിലപാട് തന്നെ പലകുറി ആവർത്തിച്ചതാണ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് സമാനമായി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അത് കഴിഞ്ഞുപോയ അധ്യായമാണ്. അതേക്കുറിച്ച് മാധ്യമങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെതായിട്ടുള്ള പ്രതികരണം. അത് കീഴ്വഴക്കമാണ്. അത് CPM രണ്ട് സ്ഥാനങ്ങളും, പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃസ്ഥാനവും വർഷങ്ങളായി തുടരുന്ന, അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തു വരുന്ന സംവിധാനങ്ങളാണ്. അതിൽ നിന്ന് മാറ്റമുണ്ടാകേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ചതോടുകൂടിയാണ് CPI ഈ വിഷയത്തിൽ സ്വരം കടുപ്പിച്ചിരിക്കുന്നത്. PP സുനീർ അതിൻ്റെ ഭാഷയിൽ, അതിനെതിരെ പ്രതികരിച്ച ഭാഷയിലും കടുത്ത വിമർശനത്തിൻ്റെ സ്വരങ്ങൾ നമുക്ക് കേൾക്കാമായിരുന്നു. PMCയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ CPI മുൻപ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം അവസ്ഥയിലേക്ക് LDF-ഉം CPM-ഉം എത്തില്ലായിരുന്നു എന്നുള്ള വിമർശനം കൂടി സുനീർ ഉന്നയിക്കുന്നുണ്ട്. ഈ സുനീറിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ ഇന്ന് തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ച MV ഗോവിന്ദൻ ആ കാര്യത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പിണറായിയിൽ നിന്നും മയപ്പെട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. CPIക്ക് പരാതികൾ ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട്, CPIയുടെ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട്, ചർച്ച
ചർച്ചകൾ നടക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. CPIയുടെ പരാതികളും മറ്റും ചർച്ച ചെയ്യും, LDF അത് കൂട്ടായി തീരുമാനമെടുക്കുമെന്നുള്ള നിലയിലേക്ക് MP ഗോവിന്ദനും സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും CPMന്റെ സംസ്ഥാന നേതാവുമായിട്ടുള്ള V ശിവൻകുട്ടിയും CPIയുടെ പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കും, പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുമെന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും LDFനെ സംബന്ധിച്ചുകൊണ്ട് CPMഉം CPIയും തമ്മിലുള്ള ഈ വിഷയത്തിലുള്ള തർക്കം അത് മുന്നണിയുടെ പ്രവർത്തനങ്ങളെ പോലും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അടക്കം പറച്ചിലുകൾ ഇരു പാർട്ടികളുടെയും കേന്ദ്രങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിഷയം എത്രയും വേഗത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇരു പാർട്ടി നേതൃത്വവും ആലോചിക്കുന്നത്. പക്ഷേ ചില വിഷയങ്ങളിലുള്ള കടുംപിടുത്തം പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഈ വിഷയത്തിൽ ഒരു സമവായം ഇല്ലാതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും LDFനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നുള്ള ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് CPI നേതൃത്വം. അരുണ്യ. വ്യക്തമാണ്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.